നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെ അവധികൾ സംബന്ധിച്ച് വർക്കിംഗ് ക്ലാസിന്റെ രണ്ടാമത്തെ വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് അവധികളെ സംബന്ധിച്ച പൊതു നിയമങ്ങൾ എന്തെല്ലാം, വിവിധതരം അവധികൾ ഏതെല്ലാം, 3 രീതിയിലുള്ള ശൂന്യവേതന അവധികൾ ഏതെല്ലാം, അത്തരം അവധി എടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്നൊക്കെയായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2 തരം അവധികളെ സംബന്ധിച്ചാണ്. ഒന്ന് ഹാഫ് പേ ലീവ്, 2 കമ്മ്യൂട്ടഡ് ലീവ്. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമുക്ക് ഹാഫ് പേ ലീവ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, KSRന്റെ പാർട്ട് 1-ൽ റൂൾ 61 മുതൽ 124 വരെയാണ് ലീവുകളെപ്പറ്റി പറയുന്ന ഭാഗം. ഇതിൽ റൂൾ നമ്പർ 82ഉം 83ഉമാണ് HPLനെ പറ്റി വിശദമാക്കുന്നത്. HPL എന്നാൽ സ്ഥിരമോ താൽക്കാലികമോ ആയ ഉദ്യോഗസ്ഥർ 1 വർഷം പൂർത്തിയാകുമ്പോൾ അവർക്ക് 20 അർദ്ധവേതന അവധികൾ ലഭിക്കും. 1 വർഷം എന്നത് ഒരു സേവന വർഷമാണ്. എന്താണ് ഒരു സേവന വർഷം പൂർത്തിയാക്കുക എന്നതിനർത്ഥം? അതായത് സർവീസിൽ കയറിയ ദിവസം മുതൽ അടുത്ത വർഷം ആ ദിവസത്തിന്റെ തലേ ദിവസം വരെയാണല്ലോ നമ്മൾ 1 വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി, ഒരാൾ 19/7/2006 ജോയിൻ ചെയ്തു. അയാൾ 18/7/2007 ആകുമ്പോഴാണ് ഒരു സർവീസ് വർഷം പൂർത്തിയാകുന്നത്. ഈ സർവീസ് വർഷം പൂർത്തിയാകുന്നതിന് കണക്കാക്കുന്നതും കണക്കാക്കാത്തതുമായ ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഈ 1 വർഷം പൂർത്തിയാക്കുന്നതിന് കണക്കാക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ മെഡിക്കൽ ഗ്രൗണ്ടിലോ പ്രൈവറ്റ് ഗ്രൗണ്ടിലോ നമ്മൾ എടുക്കുന്ന അവധികൾ, ഒരു പ്രത്യേക ആവശ്യത്തിന് ഒരാൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം മെഡിക്കൽ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൗണ്ടിൽ ശൂന്യവേതനാവധി എടുത്തുവെങ്കിൽ ഈ 15 ദിവസം കഴിഞ്ഞാലേ 1 വർഷം പൂർത്തിയാകൂ എന്നില്ല. അതായത് ആ 15 ദിവസം മുന്നോട്ട് പോകില്ല 1 വർഷം പൂർത്തിയാകാൻ. ഇനി അഥവാ 30 ദിവസമാണെങ്കിൽ ആ 30 ദിവസം മുന്നോട്ട് പോകില്ല. 1 വർഷം പൂർത്തിയാകുന്നതിനിടയ്ക്ക് ഒരു 15 ദിവസം ലീവ് എടുത്തെന്ന് വെച്ചിട്ട് ആ 15 ദിവസം കൂടെ കഴിഞ്ഞേ 1 വർഷം പൂർത്തിയാകൂ എന്നില്ല. അപ്പോൾ അത് കണക്കാക്കാവുന്നവയാണ്. ആ 15 ദിവസം കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ള ഡയസ് നോൺ. ഇപ്പോൾ ഒരു 4 സമര ദിനങ്ങളിൽ നമ്മൾ സമരം ചെയ്തു, അങ്ങനെ വന്നാൽ എന്താ, ഡയസ് നോൺ വരും. ഈ ഡയസ് നോൺ വന്നു എന്ന് വെച്ച് അതും പ്രശ്നമല്ല, അതും കൂടി ചേർത്ത് തന്നെ 1 വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ നമ്മൾ കാലാകാലങ്ങളിൽ എടുക്കുന്ന കാഷ്വൽ ലീവ്, ഇപ്പോൾ 20 കാഷ്വൽ ലീവ് ഉണ്ട് 1 വർഷം എങ്കിൽ ആ 20 കാഷ്വൽ ലീവ് എടുത്താലും പ്രശ്നമല്ല. ആ 20 ദിവസം കൂടി നീണ്ടുപോകുന്ന പ്രശ്നമൊന്നും ഇല്ല. അതായത് മെഡിക്കൽ ഗ്രൗണ്ടിലോ അല്ലാതെയോ ഉള്ള ശൂന്യവേതനാവധികൾ, അതുപോലെ തന്നെ ഡയസ് നോൺ, കാഷ്വൽ ലീവ്, ഇതൊന്നും വാർഷിക സർവീസ് കണക്കാക്കുന്നതിന് തടസ്സമാകുന്നില്ല, അല്ലെങ്കിൽ വാർഷിക സർവീസ് നീണ്ടുപോകുന്നതിന് കാരണമാകുന്നില്ല. എങ്കിൽ പിന്നെ വാർഷിക സർവീസ് നീണ്ടുപോകുന്നതിന് കാരണമാകുന്ന അവധികളുണ്ടോ? അതുണ്ട്. ഒന്ന്, സസ്പെൻഷൻ. ഒരാളെ ഒരു അന്വേഷണ വിധേയമായി 2 മാസം സസ്പെൻഡ് ചെയ്തെന്ന് വയ്ക്കുക. ആ സാഹചര്യത്തിൽ 1 വർഷം പൂർത്തിയാകണമെങ്കിൽ 1 വർഷവും പിന്നൊരു 2 മാസം കൂടി കഴിഞ്ഞാലേ ആ 1 വർഷം പൂർത്തിയായതായി കണക്കാക്കുകയുള്ളൂ. അതായത് സസ്പെൻഷൻ കാലയളവ് ഒരു സേവന വർഷം പൂർത്തിയാകുന്നതിന് കണക്കാക്കുന്ന പീരീഡ് അല്ല. മറ്റൊരു സന്ദർഭം ദീർഘകാല അവധികൾ. ഇപ്പോൾ 12A, 12B, 12C. ഈ ദീർഘകാല അവധികൾ നമുക്ക് പാർട്ട് 1-ൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പഠനാവശ്യത്തിനും മറ്റു ജോലികൾ ചെയ്യുന്നതിനും ജീവിത പങ്കാളിയോടൊപ്പം വിദേശത്ത് താമസിക്കുന്നതിനൊക്കെയാണ് ഈ ലീവുകൾ എടുക്കുന്നത്. ഈ ലീവ് പീരീഡ് സേവന വർഷം പൂർത്തിയാകുന്നതിന് കണക്കാക്കില്ല. ഇപ്പോൾ ഒരാൾ 2 വർഷത്തേക്ക് 12A പ്രകാരം ലീവ് എടുത്ത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ 2 വർഷത്തിനകത്ത് അയാൾക്ക് സേവന വർഷം പൂർത്തിയാകുന്നതിന് കണക്കാക്കുന്ന പീരീഡില്ല. ഈ 2 വർഷം കൂടി കഴിഞ്ഞ് മാത്രമേ ഒരു സേവന വർഷം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അർത്ഥം. അടുത്തത്, ഈ ലീവ് പരമാവധി എത്ര ദിവസം വരെ നമുക്ക് എടുക്കാം? ഈ ഹാഫ് പേ ലീവ് അങ്ങനെ ഒരു പരിധിയില്ല. ക്രെഡിറ്റിൽ എത്ര ഹാഫ് പേ ലീവ് ഉണ്ടോ അത്രയും ദിവസം ഹാഫ് പേ ലീവ് എടുക്കാം. നിങ്ങളൊരു 10 വർഷം സർവീസ് പൂർത്തീകരിച്ചു എന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര ഹാഫ് പേ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും? 10 × 20, അതായത് 1 വർഷം 20. 10 വർഷമാകുമ്പോൾ 200 ഹാഫ് പേ ലീവ് ക്രെഡിറ്റിലുണ്ടാകും. ഈ 200 ദിവസവും നിങ്ങൾക്ക് എന്തെടുക്കാം? HPL എടുക്കാം. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, 120 ദിവസം വരെ മാത്രമേ നമ്മുടെ DDOയ്ക്ക് ഈ ലീവ് അനുവദിക്കാൻ പറ്റുള്ളൂ. 120 ദിവസം കഴിഞ്ഞാൽ പിന്നെ ലീവ് ഗവൺമെന്റിൽ നിന്നും അനുവദിച്ചു വരണം. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ക്രെഡിറ്റിൽ എത്ര ഹാഫ് പേ ലീവ് ഉണ്ടെങ്കിലും നമുക്കത് എടുക്കാം. അതിനൊരു പരിധിയില്ല. ഇനി ഹാഫ് പേ ലീവ് എടുത്താൽ ശമ്പളം കിട്ടുമോ എന്ന് നോക്കണമല്ലോ. ഹാഫ് പേ ലീവ് എടുത്താൽ ശമ്പളം കിട്ടും, പക്ഷേ പകുതി ശമ്പളമേ കിട്ടൂ. ഈ പകുതി എങ്ങനെ കണക്കാക്കുന്നു നോക്കാം. ഈ ഹാഫ് പേ കണക്കാക്കുന്ന രീതി കാലാകാലങ്ങളിൽ സർക്കാർ പുതുക്കി നിശ്ചയിക്കാറുണ്ട്. ഏറ്റവും അവസാനം പുതുക്കി നിശ്ചയിച്ചത് കഴിഞ്ഞ പേ റിവിഷനിലാണ്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ബേസിക് പേ 50,200-ഉം അതിന് താഴെയുമാണെങ്കിൽ ബേസിക് പേ പകുതിയായി കുറയും. അതായത് 50,200-ന്റെ പകുതി എത്ര? 25,100. ഒരു മാസം നിങ്ങൾ ഹാഫ് പേ എടുത്താൽ 25,100 നിങ്ങളുടെ ബേസിക് പേ ഉള്ളൂ. എന്നാൽ DA ഫുൾ DA ആയിരിക്കും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഇപ്പോൾ 15% DA ഉണ്ടെങ്കിൽ
25,100 ബേസിക് പേ പ്ലസ് ഈ 50,200ൻ്റെ 15%, അല്ലാതെ 25,100ൻ്റെ 15% അല്ല. എപ്പോൾ നിങ്ങളുടെ ബേസിക് പേ 50,200നും താഴെയാണെങ്കിൽ. ഇനി ബേസിക് പേ 50,200ന് മുകളിലാണെങ്കിലോ, അപ്പോൾ പേയും DAയും HRAയും പകുതിയായി കുറയും. ഈ HRAയുടെ കാര്യം നോക്കുക. 180 ദിവസം മാത്രമേ HRA കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ HRA കിട്ടില്ല. ഇത് കമ്മ്യൂട്ടഡ് ലീവ് എടുക്കുമ്പോഴും ഈ നിയമം ബാധകമാണ്. 180 ദിവസത്തിന് മുകളിലുള്ള ലീവുകൾ HRA ലഭിക്കില്ല. അപ്പോൾ ശമ്പളം കുറവാണെങ്കിൽ ധൈര്യമായി HPL എടുത്തോളൂ. പേ മാത്രമേ പകുതിയാകുകയുള്ളൂ. DAയും HRAയും ഒന്നും കുറയില്ല. ഇവിടെ സർക്കാർ മറ്റൊരു സൗജന്യം കൂടി അനുവദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. നിങ്ങൾ ഹാഫ് പേ ലീവ് എടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ ബേസിക് പേയും DAയും എല്ലാം ചേർന്നാൽ കിട്ടുന്നതിൻ്റെ 65%-ലും കുറവാണെന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം വരുന്ന തുക നിങ്ങൾക്ക് സ്പെഷ്യൽ അലവൻസ് ആയിട്ട് അനുവദിച്ച് കിട്ടും. അതൊരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 50,200 ബേസിക് പേ എങ്കിൽ നിങ്ങൾക്ക് 57,730 നിങ്ങളുടെ ഗ്രോസ് സാലറി ആണെന്ന് വയ്ക്കുക. ഇവിടെ ലീവ് എടുത്തിട്ടില്ല, ലീവ് എടുക്കാത്തപ്പോൾ കിട്ടുന്ന തുകയാണ്. നിങ്ങൾ ഒരു മാസം ഹാഫ് പേ ലീവ് എടുത്തു, നിങ്ങൾക്ക് ബേസിക് പേ പകുതിയായി, DA ഒക്കെ ഫുള്ളാണ് കിട്ടുന്നത്. ഈ 57,730ൻ്റെ 65%-ൽ കുറവാണ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന തുക എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 57,730ൻ്റെ 60% എത്രയാണ്? 37,524 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാൽ അതിലും കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് 37,500 കിട്ടിയുള്ളൂ എങ്കിൽ ആ 24 രൂപ നിങ്ങൾക്ക് നൽകും. ചുരുക്കി പറഞ്ഞാൽ HPL തുക ഫുൾ പേയുടെ 65%-ലും കുറവാണെങ്കിൽ ആ കുറവ് വന്ന തുക സ്പെഷ്യൽ പേ അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ഫുൾ മന്തിലെ സാലറിയുടെ കാര്യമാണ്. ഇനി 15 ദിവസമാണ് നിങ്ങൾ ലീവ് എടുത്തെങ്കിൽ അത് വെച്ച് കണക്കാക്കുക. അപ്പോഴും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം വരുന്ന തുക സ്പെഷ്യൽ പേ അലവൻസ് ആയിട്ട് ലഭിക്കും എന്നാണ്. ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എഴുതുന്നവർക്ക് മാത്രം ഓർത്തിരിക്കാൻ വേണ്ടി പറയുക. കാരണം ഇതൊന്നും നമ്മൾ കാണാപിടിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല. കാരണം സ്പാർക്കിൽ HPL എൻ്റർ ചെയ്താൽ ഈ ശമ്പളമൊക്കെ സ്പാർക്ക് തന്നെ കണക്കായിക്കൊള്ളും. അവിടെ ഈ 65% നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷയ്ക്കൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഇത് പഠിച്ച് വെച്ചേ എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ സ്പാർക്ക് ചെയ്യുമെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അടുത്തത്, ഈ സർവീസിൽ കയറി എത്ര വർഷം കഴിഞ്ഞാൽ നമുക്ക് HPL എടുത്തു തുടങ്ങാമെന്നാണ്. സർവീസിൽ കയറി 1 വർഷം പൂർത്തിയായാൽ നമുക്ക് ഹാഫ് പേ ലീവ് എടുത്തു തുടങ്ങാം. അല്ലാതെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം എങ്കിൽ മാത്രമേ ഹാഫ് പേ ലീവ് എടുക്കാൻ പറ്റൂ, അങ്ങനൊന്നുമില്ല. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ അത്രയും ദിവസം കൂടി നീണ്ടുപോകും എങ്കിലും നമുക്ക് സർവീസിൽ കയറി 1 വർഷം കഴിഞ്ഞാൽ തന്നെ ഹാഫ് പേ ലീവ് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് കമ്മ്യൂട്ടഡ് ലീവിനെ പറ്റി പറയാം. കമ്മ്യൂട്ടഡ് ലീവ് എന്നൊരു ലീവില്ല, അതൊരു പ്രയോഗം മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഹാഫ് പേ ലീവ് മാത്രമേ ഉള്ളൂ. ഈ ഹാഫ് പേ ലീവിന് നമ്മൾ കമ്മ്യൂട്ട് ചെയ്തെടുക്കുമ്പോഴാണ്, അഥവാ പരിവർത്തിപ്പിച്ചെടുക്കുമ്പോൾ, കുറച്ചുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മാറ്റിയെടുക്കുമ്പോഴാണ് അതിനെ കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത്. അതായത് 1 വർഷം സർവീസ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന 20 ഹാഫ് പേ ലീവിനെ, HPLനെയാണ് ഇവിടെ നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ? 2 ഹാഫ് പേ ലീവ് കൂട്ടിച്ചേർത്ത് ഒരു കമ്മ്യൂട്ടഡ് ലീവാക്കി മാറ്റും. ഇപ്പോൾ 1 വർഷത്തിൽ 20 ഹാഫ് പേ ലീവ് ക്രെഡിറ്റ് ആവുമെങ്കിൽ അതിനെ 20/2 10 CML ആക്കി മാറ്റിയെടുക്കാം. അതായത് ഹാഫ് പേയിൽ 20 ദിവസം ലീവ് എടുക്കുന്നതിന് പകരം ഫുൾ പേയിൽ 10 ദിവസം ലീവ് എടുക്കാം. നിങ്ങൾ 10 വർഷം സർവീസ് പൂർത്തിയാകുമ്പോൾ 200 ഹാഫ് പേ ലീവ് ക്രെഡിറ്റിലുണ്ടാകും. വേണമെങ്കിൽ 200 ദിവസം പകുതി ശമ്പളത്തോടു കൂടി ലീവ് എടുക്കാം, അല്ലെങ്കിൽ 100 ദിവസം ഫുൾ സാലറിയോടുകൂടി ലീവ് എടുക്കാം. അതായത് ആ 200 ഹാഫ് പേ ലീവിനെ നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് 100 ഫുൾ പേ ലീവാക്കി എടുക്കുന്നു. ഈ ഹാഫ് പേ ലീവും കമ്മ്യൂട്ടഡ് ലീവും ഒരേ മൂർത്തിയുടെ വിഭിന്ന ഭാവങ്ങളാണെങ്കിലും ഇത് രണ്ടും എടുക്കുന്നതിനുള്ള കണ്ടീഷൻസ് വ്യത്യസ്തമാണ്. അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ വ്യത്യാസം, 1 വർഷം സർവീസ് പൂർത്തിയായാൽ തന്നെ നമുക്ക് ഹാഫ് പേ ലീവ് എടുക്കാം. എന്നാൽ കമ്മ്യൂട്ടഡ് ലീവ് എടുക്കണമെങ്കിൽ സാധാരണഗതിയിൽ 3 വർഷം സർവീസ് പൂർത്തിയാകണം. ഈ സാധാരണഗതി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അസാധാരണഗതി ഉണ്ടാവുമല്ലോ. അതായത് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലുള്ള ഒരാൾക്ക് 1 വർഷം കഴിയുമ്പോൾ തന്നെ കമ്മ്യൂട്ടഡ് ലീവ് എടുക്കാം. നിങ്ങളാരും തന്നെ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല. സാധാരണ ജീവനക്കാർ അഥവാ ഒഫീഷ്യേറ്റിംഗ് ജീവനക്കാരാണ് നിങ്ങളിൽ 99% ജീവനക്കാരും എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന് വേണ്ടി വർക്കിംഗ് ക്ലാസ് ആരംഭിക്കുന്ന വർക്കിംഗ് ക്ലാസ് 2.0 എന്ന ചാനലിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ആ ചാനൽ ഉടൻ തന്നെ നിലവിൽ വരുന്നതാണ്. അതിലേക്ക് വരുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ചാനലിൻ്റെ ലിങ്ക് വരുമ്പോൾ അതും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ 3 വർഷം സർവീസ് പൂർത്തിയായാലേ
CML നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. ഈ CML എടുക്കണമെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. 3 വർഷം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് CML എടുക്കാം. 3 സേവന വർഷം പൂർത്തിയാകണമെങ്കിലും നമ്മൾ ഹാഫ് പേ ലീവിൽ പറഞ്ഞ കണ്ടീഷൻസ് ബാധകമാണ്. അതായത് 12A, 12B, 12C ലീവുകളില്ലാതെ 3 വർഷം പൂർത്തിയാക്കണം. ഇനി കമ്മ്യൂട്ടർ ലീവ് എടുക്കുന്നതിന് മുൻകൂട്ടി അപേക്ഷ നൽകണം. DDOയ്ക്ക് അപേക്ഷ പരിഗണിക്കാം, പരിഗണിക്കാതിരിക്കാം. പരിഗണിച്ചില്ലെങ്കിലും പരാതിപ്പെടാൻ നിർവാഹമില്ല. കാരണം ലീവ് ഈസ് നോട്ട് എ റൈറ്റ് എന്ന് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടല്ലോ. ലീവ് ഒരു അവകാശമല്ല. ഉദാഹരണമായി പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കമ്മ്യൂട്ടർ ലീവിന് അപേക്ഷിക്കുകയാണ് 1 മാസത്തേക്ക്. DDOയ്ക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം? ആ അപേക്ഷ നിരസിക്കാൻ കഴിയും. അപ്പോൾ ആ നിരസിക്കുന്നതിനകത്ത് എന്ത് എഴുതണം? ഇപ്പോൾ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന കാലമാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് അവധി തരാൻ നിർവാഹമില്ല എന്ന് ആ അപേക്ഷയിൽ എഴുതി അപേക്ഷ റിട്ടേൺ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ പെട്ടെന്ന് CMLന് അപേക്ഷിക്കുന്നു. ആ അവധിയും DDOയ്ക്ക് വേണമെങ്കിൽ നിരസിക്കാം. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്, ആ മീറ്റിംഗിൽ പങ്കെടുക്കാതെ നിങ്ങൾ മുങ്ങുന്നത് ശരിയല്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നല്ല ഭാഷയിൽ ആ അപേക്ഷയിൽ എഴുതി അത് നിരസിക്കാൻ കഴിയും. ഈ CMLന് തൊട്ട് മുമ്പും പിൻപുമുള്ള അവധി ദിനങ്ങൾ വന്നാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? സഫിക്സ് ചെയ്യാനും പറ്റും, പ്രിഫിക്സ് ചെയ്യാനും പറ്റും. ഇപ്പോൾ സഫിക്സ് പ്രിഫിക്സ് ഒക്കെ ആ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. വീഡിയോ കുറേ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി ലീവ് പീരീഡിനുള്ളിൽ ഹോളിഡേ വന്നാൽ എന്ത് ചെയ്യും? ഒരു 15 ദിവസം കമ്മ്യൂട്ടർ ലീവ് അല്ലെങ്കിൽ ഹാഫ് പേ ലീവ് എടുക്കുന്നു വയ്ക്കുക. ഈ 15 ദിവസത്തിനുള്ളിൽ വരുന്ന ഹോളിഡേയ്സ് എല്ലാം ഈ 15 ലീവിൽ കൂട്ടും. അതായത് ലീവ് പീരീഡിനുള്ളിൽ വരുന്ന സൺഡേ, സെക്കൻഡ് സാറ്റർഡേ, മറ്റ് ഹോളിഡേയ്സ് എല്ലാം നമുക്ക് നഷ്ടമാകും. ഇനി മെഡിക്കൽ ഗ്രൗണ്ടിലാണ് നിങ്ങൾ ലീവ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. റീജോയിൻ ചെയ്യുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിലീവ് ചെയ്ത് പുതിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുവെങ്കിൽ ആ ജീവനക്കാർക്ക് ലീവ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ BFO ആയിരുന്ന ഒരാൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് PSC നിയമനം കിട്ടി വന്നാൽ അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിലീവ് ചെയ്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ലീവ് ബാക്കി ഉണ്ടായിരുന്നോ അത് ഇവിടെ അദ്ദേഹത്തിന് അവൈൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിലീവ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിൽ ഒരു 60 HPL ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 60 HPL ലീവ് അക്കൗണ്ടിൽ കൂട്ടാം. ആ ലീവ് നഷ്ടമാകില്ല. അവിടെ ആൾ 3 വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ CML എടുക്കാനും കഴിയും. അപ്പോൾ CML എടുക്കണമെങ്കിൽ 3 വർഷം പൂർത്തിയാകണമെന്നുള്ള നിയമം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിലീവ് ചെയ്തു വരുന്ന ഉദ്യോഗസ്ഥന് ബാധകമല്ല. അദ്ദേഹം അവിടെ 3 വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ കമ്മ്യൂട്ടർ ലീവ് എടുക്കാൻ കഴിയും. എന്നാൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിസൈൻ ചെയ്തു വരുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഈ ലീവിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ സർവീസ് ബുക്കാണ്. ഈ മാനുവൽ സർവീസ് ബുക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ സർവീസ് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അയാൾ ഒരു 90 ദിവസത്തേക്ക് ലീവ് എടുത്തു, എന്നാൽ ഒരു 60 ദിവസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുന്ന എനിക്ക് ആ 30 ദിവസത്തെ ലീവ് വേണ്ട സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ബുക്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും, റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാനും കഴിയും. എന്നാൽ ഈ സർവീസ് ബുക്കിലാണെങ്കിൽ ലീവ് അപേക്ഷ നമ്മൾ സ്പാർക്ക് ഓൺ മൊബൈൽ വഴിയായിരിക്കും കൊടുക്കുന്നത്. അവിടെ ഓൾറെഡി നമ്മുടെ ഹാഫ് പേ ലീവിൽ അത്രയും കുറയുകയും ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? അത് നമ്മൾ ഈ സർവീസ് ബുക്കിലാണെങ്കിൽ ലീവ് ഓൺ ക്രെഡിറ്റ് വിത്ത് എഫക്റ്റ് ഫ്രം അല്ലെങ്കിൽ ആസ് ഓൺ ഡേറ്റ് ഒരു കറണ്ട് ഡേറ്റ് കൊടുത്ത് റീഅറേഞ്ച് ചെയ്യാനേ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഹാഫ് പേ ലീവും ഏൺ ലീവും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ ക്രെഡിറ്റിൽ 360 ഹാഫ് പേ ലീവ് ബാക്കിയുണ്ടെന്ന് വയ്ക്കുക. 360 ഹാഫ് പേ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ദിവസമായി കമ്മ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഫുൾ പേയിൽ 180 ദിവസം നമുക്ക് ലീവ് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പെൻഷൻ ആവുന്നതിന് ഒരു 6 മാസം മുമ്പ് നമ്മൾ നോക്കുകയാണ്, നമുക്ക് 360 ഹാഫ് പേ ലീവ് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 മാസം മുമ്പ് തന്നെ റിട്ടയർ ചെയ്യാൻ കഴിയും. ഈ 6 മാസവും നമുക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആ വേക്കൻസിയിലേക്ക് ഗവൺമെൻറ്റിന് ഒരാളെ നിയമിക്കാൻ കഴിയും. ഇങ്ങനെ ലീവ് എടുക്കുന്നതിനെയാണ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻറ്റ് അഥവാ LPR എന്ന് പറയുന്നത്. അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ ഈ സൗജന്യം പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞതേ ഉള്ളൂ. സാധാരണഗതിയിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായ ആരും തന്നെ LPR എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആവശ്യക്കാർക്ക് ഇങ്ങനെ ഒരു സൗകര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഹാഫ് പേ ലീവിനെയും കമ്മ്യൂട്ടഡ് ലീവിനെയും കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഏൺ ലീവ്, കാഷ്വൽ ലീവ്, ലീവ് നോട്ട് ഡ്യൂ തുടങ്ങിയ ലീവുകളെ ഒന്ന് പരിചയപ്പെടാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്